ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യ സ്ഥാപനമാണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിന്റെ കാരണം. അപ്പോൾ ആ കാരണത്തിന് കാരണഭൂതനായ ബ്രിട്ടൻ ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷെ അതിന് ഒരു ടോക്കൺ വാല്യൂ എന്നതിനപ്പുറം എന്തെങ്കിലും വാല്യൂ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ ടോക്കൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു UN രക്ഷാസമിതി അംഗമാണ് UK. ഇപ്പോൾ UN രക്ഷാസമിതിയിൽ സാധാരണ ഇസ്രായേലിനെതിരെ വരുന്ന മുഴുവൻ പ്രമേയങ്ങളും അമേരിക്കയോടൊപ്പം വീറ്റോ ചെയ്യുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം ഫലസ്തീനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് ഫലസ്തീൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് വാല്യൂ കൂടും, ലോകവേദികളിൽ അവരുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കും, ഫലസ്തീൻ കോസിൻ്റെ ഒരു സ്വീകാര്യത വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ പറയുമെങ്കിലും ഇപ്പോഴും അവിടെ എന്താണ്, ഒരു വംശഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ജനസൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വംശഹത്യക്ക് കൂട്ടുചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് UK. ഇപ്പോഴും നമ്മളിത് സംസാരിക്കുമ്പോഴും ഞങ്ങൾ ഫലസ്തീൻ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യ ചെയ്യാൻ ഇസ്രായേലിന് ആയുധം കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് UK. അപ്പോൾ അതിൻ്റെ കാപട്യം അവിടെയുള്ള മനുഷ്യാവകാശ സംഘടനകളും ഫലസ്തീൻ അനുകൂല സംഘടനകളും തുറന്നു കാട്ടുന്നുണ്ട്. നിങ്ങൾ ഫലസ്തീൻ അംഗീകരിക്കുകയും അതേസമയം തന്നെ UK-യിൽ നിന്ന് ആയുധങ്ങൾ ഇസ്രായേലിന് കയറ്റുമതിയും ചെയ്യുന്നു. ഇതെന്തൊരു കാപട്യമാണെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ആ കാപട്യം നിലനിൽക്കെ തന്നെ ഈ UK-യുടെ ഈ നിലപാട് മാറ്റും. ഇപ്പോൾ ഓൾറെഡി ഈ 2024-25 10-12 രാജ്യങ്ങൾ ഫലസ്തീൻ അംഗീകരിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്പെയിൻ, ഇപ്പോൾ ഫ്രാൻസ് അംഗീകരിക്കാൻ പോകുന്നു, സെപ്റ്റംബറിൽ തന്നെ അംഗീകരിക്കുന്നു പറയുന്നു. അങ്ങനെ നിരവധി രാജ്യങ്ങൾ ഫലസ്തീൻ രാജ്യത്ത് അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അവസാന കണ്ണിയിൽ UK വന്നു എന്നേ ഉള്ളൂ. പക്ഷേ UK-യുടെ ആ പ്രഖ്യാപനം ആത്മാർത്ഥതയോടുള്ളതാണെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് ഇസ്രായേലിനുള്ള ആയുധ വിതരണം നിർത്തുക എന്നുള്ളതാണ്. കാരണം അവിടെ UK-യിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റുകളുടെ പ്രധാനപ്പെട്ട പണി ഇസ്രായേലിന് ആയുധം കയറ്റി അയക്കുന്ന ആയുധ നിർമ്മാണശാലകൾക്ക് മുമ്പിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. അത്തരം പ്രതിഷേധിക്കുന്ന സംഘടനകളെ ഡയറക്റ്റ് ആക്ഷൻ സംഘടനകളെ തീവ്രവാദികളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു നിയമനിർമ്മാണം നടന്നിരുന്നു അടുത്തിടയ്ക്ക് UK-യിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് മുമ്പ് ഒരു റാപ്പർമാർക്കെതിരെ കേസൊക്കെ വന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ പ്രഖ്യാപനത്തിന് ആത്മാർത്ഥമാണെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് ഈ വംശഹത്യയിൽ അവരുടെ കയ്യിൽ പുരണ്ട ചോര അവർ കഴുകിക്കളയുകയാണ് ആയുധ കയറ്റുമതി നിർത്തിക്കൊണ്ട്.